അല്ല, എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാവണമെന്നില്ലല്ലോ. ഹരിയാന എക്സിറ്റ് പോളെല്ലാം കോൺഗ്രസ് മാത്രം ജയിക്കുന്നതല്ലേ പറഞ്ഞിരുന്നത്. സംഭവിച്ചത് വേറെയാണല്ലോ. യഥാർത്ഥ ഫലം വരട്ടെ 8-ാം തീയതി, അപ്പോൾ നമുക്ക് നോക്കാം. കോൺഗ്രസ് ഇത്തവണയും സംപൂജ്യരാണെന്നുള്ളതാണ് പല സർവേകളും കാണിക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല, ആ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും തുടരുന്നു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളിലല്ല, യഥാർത്ഥ പോളിലാണ്. കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇലക്ഷനാണ് ഇവിടെ ഫൈറ്റ് ചെയ്തത്. അത് നിങ്ങളെല്ലാം കണ്ടതുമാണ്. സാധാരണ ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ശക്തിയാണെന്ന് പറയില്ല, പക്ഷേ ഞങ്ങൾ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ്, എഴുതിയതുമാണ്. അതുകൊണ്ട് വരട്ടെ, 8-ാം തീയതി വരെ കാത്തിരിക്കാം. എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനം അങ്ങനെ ഉള്ളതാണോ? അതോ അല്ല, കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. എക്സിറ്റ് പോൾ ചർച്ചകളിൽ അല്ലെങ്കിലും ഞങ്ങൾ പങ്കെടുക്കാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. കാരണം കുറേ നാളായിട്ട് നമ്മൾ അങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ? എങ്ങനെയാണ്? BJP ആണോ ആപ്പാണോ? അല്ല, ഞങ്ങളുടെ വിലയിരുത്തൽ ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഈ CSR തട്ടിപ്പ്, അതിൽ ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പ് നടന്നതായി അത് ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ ഒരു തട്ടിപ്പിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ലാലി വിൻസെന്റ് അല്ല, അതൊന്നും ഇനി ആരുണ്ടായാലും നിൽക്കില്ല, ആരൊന്നും നിൽക്കില്ല. സർക്കാർ അന്വേഷിക്കട്ടെ, ശക്തമായി അന്വേഷിക്കട്ടെ. പാവപ്പെട്ടവരെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ആരെങ്കിലും കെണിയിൽപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കെണിയിൽപ്പെടുത്തുന്നവർക്ക് കക്ഷമായ ശിക്ഷ കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവണം. സർക്കാർ അക്കാര്യത്തിൽ ഗൗരവതരമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.